നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഹോം വർക്കൗട്ട് മാത്രം ചെയ്യുന്നവരായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു വർക്കൗട്ട് പ്രോഗ്രാം നിങ്ങൾ ബിൽഡ് ചെയ്യണം. പല ആളുകൾക്കും ഈ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്ന അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് നമ്മൾ ഈ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യാണ്ട് ഇപ്പം ഇന്നത്തെ ദിവസം ഒരാൾ എഴുന്നേറ്റ് അയാൾക്ക് തോന്നുന്ന വർക്കൗട്ടൊക്കെ ചെയ്യും, എന്നിട്ട് നാളെയും തോന്നുന്ന വർക്കൗട്ട് ചെയ്യും. അത് ട്രാക്ക് ചെയ്യുന്നില്ല അദ്ദേഹം അതിനെ ട്രാക്ക് ചെയ്യാണ്ട് ഓരോ ദിവസവും ഇങ്ങനെ പോകും. എന്നിട്ട് അടുത്ത തിങ്കളാഴ്ച ആകുമ്പോൾ വിചാരിക്കും ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച എന്തോ ചെയ്തത്, അത് ഓർക്കത്തില്ല. അപ്പോൾ അങ്ങനെ പോകും. അപ്പം ഏറ്റവും നമുക്ക് മസിൽ ഗ്രോ ചെയ്യാനാണെങ്കിലും ഹൈപ്പർട്രോഫി, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവാനാണെങ്കിലും, ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും, നമുക്ക് മൊബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും, ഓവറോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഫിറ്റ് ആവുന്ന, നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം, ഇതെല്ലാത്തിനും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നല്ലൊരു വർക്കൗട്ട് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുന്നേക്കാളും വേഗത്തിൽ നിങ്ങൾക്ക് വണ്ടിയിലെത്താൻ പറ്റും. അതുപോലെയാണ് നല്ലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പോൾ പ്രോഗ്രാം ഇല്ലാണ്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡിക്ക് തന്നെ വലിയൊരു ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം ബോഡിക്ക് അതിനനുസരിച്ചുള്ള ചാലഞ്ചിങ് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഇന്ന് 100 പുഷപ്പ് ചെയ്താൽ പിന്നീട് ഞാൻ ആലോചിക്കും എനിക്കിനി തോന്നുമ്പോൾ പുഷപ്പ് ചെയ്യാം. ഇപ്പം അല്ലാണ്ട് ഇപ്പം ഇന്ന് ഞാൻ 100 പുഷപ്പ് ചെയ്തു, ഇല്ലെങ്കിൽ ഇനി ഇതേ പ്രോഗ്രാം എനിക്ക് അടുത്ത തിങ്കളാഴ്ചയാണ്, ഇല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസം ഞാൻ വീണ്ടും 100 പുഷപ്പ് ഇല്ലെങ്കിൽ 101 പുഷപ്പ് ചെയ്യും. അപ്പം അതൊരു പ്രോഗ്രസ്സാണ്. അപ്പോൾ ഈ പ്രോഗ്രസ് മിക്കപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ഞാൻ 100 പുഷപ്പ് ചെയ്തു, പിന്നെ ആലോചിക്കുന്നത് 1.5 ആഴ്ച കഴിഞ്ഞായിരിക്കും. അപ്പോഴേക്ക് അതിൻ്റെ എല്ലാ സ്റ്റിമുലസും തീരും. അപ്പോഴേക്ക് ചിലപ്പം 100 പുഷപ്പ് അതിൽ കൂലിയപ്പോൾ കിട്ടിയെന്നിരിക്കും, കുറഞ്ഞെന്നിരിക്കും. പക്ഷേ പ്രോഗ്രഷൻ അവിടെ നടക്കുന്നില്ല, പ്രോഗ്രസീവ് ഓവർലോഡ് നടക്കുന്നില്ല. അപ്പം നമ്മുടെ പ്രോഗ്രഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്കിപ്പോൾ നമ്മുടെ ഗോൾ എന്താണെങ്കിലും ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ഇത് കുറയും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു അറിവ് വേണം, നമുക്ക് എങ്ങനെ നമ്മുടെ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ജിമ്മിൽ പോകുന്നതാണെങ്കിൽ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്, ഡ്രോ സ്പ്ലിറ്റ്, പുഷ് പുൾ ലെഗ്സ്, ഇല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ബിൽഡ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങളുടെ കറൻറ്റ് ഫിറ്റ്നസ് ലെവൽ നോക്കണം. നിങ്ങളൊരു ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവൽ ഒരു ലിഫ്റ്റർ ആണോ എന്നും കൂടി നോക്കണം. നിങ്ങളൊരു ബിഗിനർ ലെവലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പുഷ് പുള്ളിലേക്കൊന്നും പോകില്ല. നിങ്ങൾ ഒരു അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പതുക്കെ ബ്രോ സ്പ്ലിറ്റിലാക്കി, എന്നിട്ട് പതുക്കെ പുഷ് പുൾ ലെഗിലേക്കാക്കി. ഇപ്പോൾ ഈ പുഷ് പുൾ ലെഗ് എന്താണ്, ബ്രോ സ്പ്ലിറ്റ് എന്താണ്, അപ്പർ ബോഡി ലോവർ ബോഡി അതൊക്കെ എന്താണെന്ന് ഞാൻ കുറേ വീഡിയോയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് എന്ന് പറയുമ്പം ഇന്ന് ഞാൻ എൻ്റെ അപ്പർ ബോഡി ചെയ്യുവാണെങ്കിൽ ചെസ്റ്റ്, ബാക്ക്, ഷോൾഡർ, ട്രൈസെപ്സ്, ബൈസെപ്സ് ഇതൊക്കെ ചെയ്യും. പിന്നീട് പിറ്റേ ദിവസം ലോവർ ബോഡി ആയിരിക്കും. അപ്പം കാലായിരിക്കും, ഹാംസ്ട്രിങ്സ്, കോട്സ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, കാഫ് മസിൽസ്, ഗ്യാസ്ട്രോണിമസ് മസിൽസ്, അതെല്ലാം ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ വീണ്ടും ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അപ്പർ ബോഡി ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് നടക്കുന്നത്. പിന്നെ പുഷ് പുൾ ലെഗ് എന്ന് വെച്ചാൽ നമ്മൾ പുഷ് ചെയ്യുന്ന വർക്കൗട്ട്സ് ആണ്. എന്ന് വെച്ചാൽ ചെസ്റ്റ് പ്രസ്, ചെസ്റ്റും ഷോൾഡറൊക്കെ വരുന്നതാണ് പുഷ്, നമ്മുടെ ആൻറ്റീരിയർ ഷോൾഡറൊക്കെ വരുന്നതാണ് പുഷ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പുഷ് ചെയ്യുമ്പം മെയിനായിട്ട് ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്സ് ഇതൊക്കെയാണ് പുഷിൽ വരുന്നത്. പിന്നെ പുള്ളിൽ വരുന്നത്, പുഷ് പുൾ ലെഗിൻ്റെ കാര്യം പറഞ്ഞത്, പുള്ളിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വലിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് അധികം വരും, നമ്മുടെ ലാറ്റ് മസിൽസ് വർക്കാകാൻ വേണ്ടി ലാറ്റ് പുൾ ഡൗൺ ചെയ്യും, പുള്ളപ്പ് ചെയ്യും, ഇതെല്ലാം പുള്ളി വരുന്ന സംഭവങ്ങളാണ്. നമുക്ക് ചെസ്റ്റ് സപ്പോർട്ടർ റോ ചെയ്യാം, അത് പുള്ളാണ്. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഡംബിൾ റോസ് ചെയ്യാം, അത് പുള്ളാണ്. അങ്ങനെ ബാക്കിനും നമ്മുടെ ബൈസെപ്സിനൊക്കെ ചെയ്യുന്നതിനാണ് പുള്ളെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ലെഗ് എന്ന് വെച്ചാൽ ലെഗ് ഡേ മൊത്തത്തിൽ നമ്മുടെ ലെഗിനാണ്. സ്ക്വാട്ട്, നമ്മുടെ ഗ്ലൂട്ട്സ്, നമ്മുടെ ഹാംസ്ട്രിങ്സ്, നമ്മുടെ കോട്സ്, കാഫ്, ഇതെല്ലാം നമുക്ക് ലെഗ് ഡേയിൽ പെടുത്താം. അപ്പം അത് മാത്രമല്ല, അത് മൂന്ന് ദിവസത്തിലായത്. ചില ആളുകൾ, കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പുഷ് പുൾ ലെഗ് ആഴ്ചയിൽ 6 ദിവസം ചെയ്യും. മൺഡേ പുഷ്, പുള്ള്, ലെഗ്, അങ്ങനെ വീണ്ടും തേഴ്സ്ഡേ തൊട്ട് വീണ്ടും പുഷ്, പുള്ള്, ലെഗ്, സാറ്റർഡേ ആകുമ്പം ലെഗ് അടിച്ച് തീരും. അപ്പം അതുപോലെയാണ്. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ആണെങ്കിൽ 4 ദിവസം ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, മെയിൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചില ആളുകൾക്ക് 4 ദിവസം വർക്കൗട്ട് ചെയ്യാം, ചില ആളുകൾക്ക് 3 ദിവസം വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ 3 ദിവസം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരാൾ അയാൾക്ക് 3 ദിവസം ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ബിസി സ്കെഡ്യൂൾ കാണും, ഇല്ലെങ്കിൽ അയാൾ വേറെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 3 ദിവസത്തെ വർക്കൗട്ട് പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. ഇപ്പം അങ്ങനെയുള്ള ആളുടെ കാര്യം ഞാൻ പറയുന്നത്. അയാളിപ്പം ചിലപ്പോൾ അയാൾക്ക് പുഷ് പുൾ ലെഗ് ആയിരിക്കും അയാൾക്ക് വേണ്ടത്, അയാൾ അഡ്വാൻസ് ലിഫ്റ്റർ ആണെങ്കിൽ. ചിലപ്പോൾ അയാൾക്ക് അപ്പർ ബോഡി ലോവർ ബോഡി ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ അപ്പർ ബോഡി ലോവർ ബോഡി ആയിട്ട് 3-ാമത്തെ ദിവസം അപ്പർ ബോഡി ലോവർ ബോഡി ഒരു മിക്സ് ആയിരിക്കും ചെയ്യേണ്ടത്.
ഇല്ലെങ്കിൽ ബ്രോ സ്പ്ലിറ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചെസ്റ്റ് ട്രൈസെപ്സ് ഒരു ദിവസം, ബാക്ക് ബൈസെപ്സ് ഒരു ദിവസം, അല്ലെങ്കിൽ ലെഗ് ഷോൾഡർ ഒരു ദിവസം, അങ്ങനെയും ഒരു കൺവെൻഷനൽ ആയിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. അപ്പം നമ്മൾ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ എനിക്ക് 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആഴ്ചയിൽ. നമുക്ക് സിമ്പിളായിട്ട് പറയാം, 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം ചൂസ് ചെയ്യാം. അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുഷ് പുൾ ലെഗ് ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ അപ്പർ ബോഡി ലോവർ ബോഡി എടുക്കുമെന്ന് വെച്ചോ. ഇപ്പം എനിക്ക് എന്തൊക്കെയാണ്, എനിക്ക് എവിടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മസിൽ കൂട്ടണമെങ്കിൽ നിങ്ങൾ മസിൽ ഹൈപ്പർട്രോഫിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് പോരായ്മ, അപ്പം അതിനെ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പർ ചെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അപ്പർ ചെസ്റ്റ്, ഇൻക്ലൈൻ ചെസ്റ്റ്, ഡംബിൾ പ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലോവർ ചെസ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാക്സിമം കുറയ്ക്കാം, അല്ലെങ്കിൽ പതുക്കെ അത് ഒഴിവാക്കാം. എന്നിട്ട് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഓരോ വർക്കൗട്ട് പ്രോഗ്രാം ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം ചില ആളുകൾക്ക് പല ഗോളായിരിക്കും. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില ആളുകൾ മാസ് ഗെയിനിങ് ആയിരിക്കും, വെയിറ്റ് കൂട്ടാൻ വേണ്ടി പോകുമായിരിക്കും. ചില ആളുകൾ കട്ടിങ് ഫേസിലായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം അതനുസരിച്ച് വർക്കൗട്ട് പ്രോഗ്രാമൊക്കെ ബിൽഡ് ചെയ്യണം. ഇപ്പം ചില ആളുകൾ ഇപ്പം ഞാൻ മസിൽ ബിൽഡിംഗ് ആണ്, ഞാൻ ബൾക്കിംഗ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഭയങ്കര വെയിറ്റ് എടുത്ത് 12 റപ്പൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സ്ട്രെങ്തും വേണം, എനിക്ക് മസിൽ മാസും വേണം. ഞാൻ ബൾക്കിംഗ് ആണ്. അപ്പോൾ എനിക്കൊരു 6 മുതൽ 8 നമ്പർ വരെ കിട്ടുന്ന രീതിയിൽ അടിച്ചാൽ മതി എല്ലാ വർക്കൗട്ടും. ഇപ്പം നിങ്ങൾ കട്ടിങ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 8 തൊട്ട് 12 വരെ പോകാം, പ്രശ്നമില്ല. ഇപ്പം അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ബിൽഡ് ചെയ്യേണ്ടത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നിങ്ങളിപ്പോൾ ജിമ്മല്ലാണ്ട് നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ പ്രോഗ്രാം ബിൽഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഹോം വർക്കൗട്ട് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോഡി വെയ്റ്റ് വർക്കൗട്ട്സ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ബോഡി വെയ്റ്റ് വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ പുഷപ്പ്, പുള്ളപ്പ്, ക്രഞ്ചസ്, സിറ്റപ്പ്, പിന്നെ ഡംബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡംബിൾ കേളും, പിന്നെ ട്രൈസെപ്സിന്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ ചില ആളുകൾക്ക് ബാർബിൾസും കാണും പറ്റി. അപ്പോൾ ബാർബിൾ വെച്ചുള്ള വർക്കൗട്ടും. അപ്പം ഇതെല്ലാം കൂടി വെച്ച് ഞാൻ ഇതുപോലെ ബിൽഡ് ചെയ്യണം. ഇപ്പം ചില ആളുകൾ എല്ലാ ദിവസവും എല്ലാം ചെയ്യും, ലെഗും അപ്പർ ബോഡി ലോവർ ബോഡി എല്ലാം ഒരു ദിവസം ചെയ്യും. അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. റെസ്റ്റ് ഉണ്ടെങ്കിൽ റെസ്റ്റും കറക്റ്റ് ന്യൂട്രീഷൻ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബോഡിയിൽ മസിൽ വളരത്തുള്ളൂ. മസിൽ മാത്രമല്ല, നിങ്ങൾക്ക് സ്ട്രെങ്തും കൂടണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഈ ഹൈപ്പർട്രോഫി എന്ന് വെച്ച സംഭവം അതാണ്. നമ്മൾ ഓരോ ആഴ്ച, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തിങ്കളാഴ്ച ഞാൻ ചെസ്റ്റ് ചെയ്തു, ഞാൻ ചിലപ്പോൾ അടുത്ത വീക്ക് തിങ്കളാഴ്ചയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഇന്ന് 100 കിലോ ബെഞ്ച് പ്രസ് ചെയ്തു. 100 കിലോന് 6 നമ്പർ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 7 നമ്പർ അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 6 നമ്പർ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത ആഴ്ച ഞാൻ 7 8 നമ്പർ അടിക്കാൻ പറ്റണം അതേ വെയിറ്റിൽ. ഇല്ലെങ്കിൽ ഞാൻ അത് അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ 100 കിലോ അത് 105 കിലോ ആക്കാം. ഇപ്പം അങ്ങനെയാണ് ഓരോ ആഴ്ച നിങ്ങൾ വളരേണ്ടത്. അങ്ങനെയാണ് ഹൈപ്പർട്രോഫി സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്തും കൂടും, മസിലും കൂടും.